അപ്പോ ഇന്നത്തെ മനോഹരമായ ഒരു സുദിനത്തിൽ എനിക്ക് എന്റെ ഏറ്റവും ഞാൻ പണ്ട് യുണൈറ്റഡ് ഡേയിൽ വന്ന സമയത്ത് തൊട്ട് എന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ട്രെയിനറെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ട്രെയിനിങ്ങിന് കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. The meeting in connection with 7 AM Coffee Talk is hereby called to order. I invite JC Register to welcome the gathering. Mute. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്ന് 915ാമത് ദിവസം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ യോഗയില് വളരെ ആദ്യം ജോയിൻ ചെയ്ത രജനി മേഡമാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിനർ. ഒരുപാട് നാളായി കാണാനായിട്ട് ഞാൻ കണ്ണ് ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു, കാണാൻ കഴിയുന്നില്ല, കിട്ടുന്നില്ല ആളിനെ. അപ്പൊ എന്തായിരുന്നാലും ഇന്ന് ട്രെയിനറിന്റെ വേഷത്തില് ഒരുപാട് വേഷങ്ങൾ ലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് രജനി മാഡം. ഒരുപാട് ദിവസവും ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തിയൊക്കെയാണ്. എന്തായിരുന്നാലും ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഇന്നത്തെ 915ാമത് ദിവസം അത് വളരെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാൻ പറയുന്നത് വേൾഡിൽ തന്നെ ഇങ്ങനെ ഒരു ഇത്രത്തോളം സ്നേഹത്തോടും കൂട്ടായ്മയോട് കൂടി പോകുന്ന, പരസ്പര സ്നേഹത്തോടു കൂടി പോകുന്ന ഒരു കൂട്ടായ്മ 915 ദിവസം പിന്നിട്ടിരിക്കുന്നത് നമ്മുടെ ഈ കോഫി ടോക്ക് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലോ ഏതെങ്കിലുമൊക്കെ ഇത് നമ്മളിത് ആരെങ്കിലും പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരാത്തത് കൊണ്ടാണ് നമുക്ക് ആ വേൾഡ് റെക്കോർഡ് കിട്ടാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായിരുന്നാലും ഇന്നത്തെ നമ്മുടെ ചെയർമാൻ രേഖ മാഡത്തെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ട്രെയിനർ രജനി മാഡം വളരെ തിരക്കേറിയ ട്രെയിനർ, ഇൻഷുറൻസ് ഫീൽഡിൽ ഓടി നടക്കുന്ന വ്യക്തിയാണ്. ഒട്ടും സമയമില്ല എങ്കിലും ഇന്ന് നമ്മുടെ ഏവരുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന രജനി മാഡത്തെ ഞാൻ വളരെയധികം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതിന്റെ യെല്ലോ പ്രസിഡൻസ്, 2 യെല്ലോ പ്രസിഡൻസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വാളാഞ്ചേരി റോയൽസ്, നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ്, നല്ല പേരുകളാണ്. അവരെയൊക്കെ ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഡോക്ടർ ഹിഷാം ഹൈദർ സാറാണ് ഇതിന് ഇങ്ങനെ ഒരു സ്നേഹ കൂട്ടായ്മ തുടങ്ങി വെച്ചത് സാറാണ്. സാറിനെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീജിത്ത് സാർ, മുജീബ് സാർ, രേഖ മാഡം, ഈ കോർഡിനേറ്റേഴ്സിനെയൊക്കെ ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. മനോജ് സാർ, നമ്മുടെ മലേഷ്യൻ ഉസ്മാൻ തുടങ്ങി ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ കോഫി ടോക്ക് 915ാമത് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. മനോജ് സാറിനെയും ഉസ്മാനെയും ഒക്കെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാർട്ടിസിപ്പൻസ്, ഇന്നെന്താ ആൾക്കാർ കുറവാണല്ലോ. ഇന്ന് പാർട്ടിസിപ്പൻസ് വരും, എന്തായിരുന്നാലും 50 കഴിയാതിരിക്കത്തില്ല. എല്ലാവരെയും ഇപ്പോൾ ഉള്ള പാർട്ടിസിപ്പൻസിനെയും ഇനി വരാനിരിക്കുന്ന പാർട്ടിസിപ്പൻസിനെയും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു രജി സാർ, താങ്ക് യു. പെട്ടെന്നാണ് ഇന്നലെ നമ്മളുടെ ഉസ്മാൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, വെൽക്കം വോട്ട് ഓഫ് താങ്ക്സും മാഡം നോക്കണ്ട, ഞാൻ സെറ്റ് ആക്കി വെച്ചോളാം കേട്ടോ. ആ വിശ്വാസത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇന്ന് രാവിലെ പെട്ടെന്ന് പറയണു, സോറി മാഡം, ഞാൻ ഇന്നലെ കുറച്ച് തിരക്കിൽ പെട്ടുപോയി, നമുക്ക് രജി സാറിനോട് വെൽക്കം പറയാം. പറഞ്ഞാനോന്ന് പറയാത്ത ഒരാള് വേണല്ലോ നമുക്ക് പറയാനുള്ളേ. അപ്പൊ എന്നാ പിന്നെ രജി സാർ തന്നെ ആവട്ടെ. അപ്പൊ താങ്ക് യു രജി സാർ, പെട്ടെന്നാണെങ്കിലും വളരെ നന്നായിട്ട്. എനിക്കൊന്നും പിന്നെ ഇപ്പൊ യാതൊരു മടിയോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് പറയണത്. അപ്പൊ താങ്ക് യു. എന്തായാലും നല്ലൊരു വെൽക്കം പറഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇപ്പൊ എല്ലാവരും ഫുട്ബോളിന്റെ ജ്വരത്തിലാണല്ലോ അല്ലെ.
എല്ലാവർക്കും രാത്രി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കമില്ലായ്മ, ഫുട്ബോൾ കണ്ടിരിക്കുക. അത് നമ്മുടെ ഏറ്റവും കൂടുതൽ അതിന്റെ ഭ്രാന്ത് നമ്മുടെ മലപ്പുറം ഭാഗത്താണ്. രജനിയുടെ ഒക്കെ വീടിന്റെ അടുത്താണ് പിന്നെ എന്താ പറയാ ഗിന്നസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പോസ്റ്റർ, ബ്രസീലിന്റെ ഏറ്റവും വലിയ പോസ്റ്റർ ഇരിക്കുന്ന മുണ്ടയിലാണ്. അതാ പിന്നെ ഗിന്നസ് റെക്കോർഡിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളതൊക്കെ പോയി കണ്ടു. അപ്പൊ ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ഇന്നത്തെ ട്രെയിനർ നമ്മുടെ രജനി മാഡം, ഞാൻ ഈ JCയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ഒരു ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരുപാട് പേരുടെ എന്താ പറയാ ഒരു തള്ളലും ഇന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ രജനിയൊക്കെ ഞാൻ സ്പീച്ച് ക്രാഫ്റ്റ്സിന് ഇല്ല എന്ന് പറയുന്ന സമയത്ത്, ഞാൻ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് പറ്റില്ല, ഓരോ സമയത്തും എന്നെ പിടിച്ച് നീ വന്നേ പറ്റുള്ളൂ, നിന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വാശി പിടിച്ച് എന്ത് കാര്യം രജനിക്കൊക്കെ എന്നെ മുന്നേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അന്നൊക്കെ രജനീനെ പ്രാപിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാല്. എന്ത് കഷ്ടത്തിനാണ് എന്നെ കൊണ്ടുപോകണ് കഷ്ടപ്പെടുത്താന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോ, പിന്നെ അന്ന് അങ്ങനെ നിർബന്ധിച്ച് ഓരോ ട്രെയിനിങ്ങിനും കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒരു വ്യക്തിത്വ വികസനം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ രജനിയോട് നന്ദി പറയാണ്. താങ്ക് യു രജനി. അപ്പോ നമുക്ക് ഞങ്ങളും രജനിയും കൂടെ ഒരുമിച്ചാണ് ZTWSന് പോയത്. അന്നും ഇമോഷണലി എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ക്ഷീണം വരുമ്പോ പലപ്പോഴും കൂടെ നിന്ന് കൂട്ടായിട്ട് നിന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രജനീനെ ഞാൻ ഈ ട്രെയിനിങ് സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. രജനി മാഡം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. ഗുഡ് മോർണിംഗ് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം. എന്നെ നന്നായി കാണുന്നുണ്ടോ? ഞാൻ പറയുന്നത് നന്നായി കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം നമുക്ക് അഭിമാനം തോന്നുക എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു അഭിമാനം തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രേഖ ചെയർപേഴ്സന്റെ സീറ്റിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, അവൾ JCയിൽ വന്നതിന് ശേഷം അവൾ എന്ന് പറയുന്നത് പറയാൻ പാടില്ല, എന്നാലും ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറയാണ്. നമ്മുടെ JCയിൽ കൂടെ 1000-ൽ കൂടുതൽ സൗഹൃദങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ, പിന്നെ ഈ ഒരു പൊസിഷനിൽ എത്തി എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം എന്റെ ഞങ്ങള് രണ്ടാളും കൂടെ നടക്കുമ്പം രേഖ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ഒത്തിരി സംസാരിക്കാറ്, ഞാൻ നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും, ഇങ്ങനെ ഒതുങ്ങി നന്നായി ബിസിനസ് ചെയ്യായിരുന്നു. പക്ഷെ ഇങ്ങനെ വേദികളെ അഭിമുഖീകരിക്കാൻ, ഒരുപാട് ആൾക്കാരെ അഭിമുഖീകരിക്കാനൊക്കെ പുറകിലേക്ക് നിന്നപ്പം ഞാൻ JCയിൽ വന്ന ആദ്യത്തെ വർഷം തന്നെ, സെക്കൻഡ് ഇയറിൽ തന്നെ രേഖ മെമ്പർഷിപ്പ് എടുത്തിട്ട് കുറെ ആയിട്ടുണ്ടായിരുന്നു. മെമ്പർഷിപ്പ് കൊടുക്കാൻ മാത്രം ചെയ്യുന്നുള്ള ഒരു പ്രോഗ്രാമിൽ പോയില്ലായിരുന്നു. അവരെ വലിച്ച് എന്നെ കൊണ്ടുപോയതായിരുന്നു. പക്ഷെ അവർക്ക് അതുകൊണ്ട് എത്രമാത്രം സൗഹൃദങ്ങളാണ് JCയിൽ നിന്ന് ഹാർട്ടിൽ ചേർത്ത് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സൗഹൃദങ്ങൾ കിട്ടിയത്. JC എന്ന് പറഞ്ഞ ഫാമിലിക്ക് മാത്രം ലോകത്തിൽ സാധിക്കുന്നതാണിത്. അതിന് ബിഗ് താങ്ക്സ് JCയുടെ ഞാനും ഒരു സോൺ ട്രെയിനർ ആയി മാറിയതിനെല്ലാം JC. ഓക്കെ, താങ്ക് യു. നമുക്കിന്ന് എല്ലാവരും വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അല്ലെ? എക്സ്പെക്ടഡ് ടു അൺഎക്സ്പെക്ടഡ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇന്നത്തെ ഈ വേദിയിൽ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഈ ഒരു സാഹചര്യത്തെ നേരിടാതെ പോയവരുണ്ടോ? നേരിട്ടവരുണ്ടെങ്കിൽ അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ആക്കിയിട്ട് പറയാട്ടോ. ഇൻട്രാസെഷൻ ആണ്, ഞാൻ റേഡിയോ അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്രയോ നമ്മുടെ ജീവിതയാത്രയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് പേര് ഈ ജീവിതയാത്രയിൽ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വിട്ടുപോയ അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും മാമും എന്റെ ഉപ്പ മരണപ്പെട്ടത്, പിന്നെ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ബാധ്യതകൾ വരുന്നത്, ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഓരോ നിമിഷവും അൺഎക്സ്പെക്റ്റഡാണ്. ഞാനിപ്പോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. സമയത്ത് ട്രെയിൻ വരുന്നില്ല, ട്രെയിൻ ഇപ്പൊ ലേറ്റ് ആവും. നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം അല്ലെ? നമ്മുടെ ലൈഫില് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്?
നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക അല്ലെ. നമ്മളെപ്പോഴും ഞാനിപ്പോ പ്രതീക്ഷിക്കുക എങ്ങനെയാണ്, എന്റെ ജോലിയിൽ ഞാൻ ഒരുപാട് ഉയർച്ചകളിലേക്ക് പോകും, അത് എൻ്റെ ഒരു പ്രതീക്ഷയാണ്. എന്റെ മക്കൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല ജോലി കിട്ടും, അവര് സാമ്പത്തികമായി ഒരുപാട് ഉയർച്ചകളിലേക്ക് പോയിട്ട് അവരെന്നെ നന്നായി നോക്കും, അതെന്റെ പ്രതീക്ഷയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം എപ്പോഴും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും, അതും നമ്മുടെ പ്രതീക്ഷയാണ്. ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം സ്വീകരിക്കാനാവില്ല. നമ്മുടെ മൈൻഡ് പ്രിപ്പയർഡ് ആയിരിക്കുക. എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവുക അല്ലെ. ഇത് നമുക്ക് പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ എവിടേക്കാ പെട്ടെന്ന് വരിക? സാമ്പത്തികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാറ്? സാമ്പത്തികമായിട്ട് നമ്മൾ വരച്ചു വെച്ചതുപോലെയാണോ മുന്നോട്ട് പോകാറ് എപ്പോഴും? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആരായിട്ടുണ്ടാവും അല്ലെ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന സാങ്കേതിക മാറ്റങ്ങൾ, IT മേഖലയൊക്കെ ഇപ്പൊ നമുക്ക് ആദ്യം അറിയാം, നമ്മൾ ആദ്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല, പിന്നെ പെട്ടെന്ന് മൊബൈൽ ഫോൺ വന്നപ്പോൾ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്ന്, അതൊക്കെ ഒരു അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണല്ലേ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ സ്വീകരിക്കുവാനും നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവണ്ടേ? നമ്മൾ പ്രത്യേകിച്ച് തോന്നുന്നു നമ്മൾ 80, 90 കാലഘട്ടത്തിൽ ജനിച്ചവരാവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവുക അല്ലെ. പിന്നെ അതേപോലെ ആരോഗ്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കണം, രാവിലെ നേരത്തെ എഴുന്നേറ്റ്, സാറിന് മാത്രം യാതൊരു ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാവില്ല, സാറ് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്ത്, സോറി കേട്ടോ സാറേ, ഞാൻ പിന്നീട് പറയാം. അപ്പൊ നമ്മുടെ പ്രതീക്ഷകൾ എപ്പോഴും ആരോഗ്യപരമായിട്ടാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, മഴ വരുമ്പോ നമ്മൾ എന്താ ആഗ്രഹിക്കുക, യാതൊരു പ്രകൃതി ദുരന്തങ്ങളും വരരുത്. ഇങ്ങനെ നമ്മളുടെ പ്രതീക്ഷകൾ എപ്പോഴും നമ്മളുടെ ചിന്തക്ക്, ഓരോ വ്യക്തികളുടെയും ചിന്തക്കനുസരിച്ചാണ് അവരവരുടെ പ്രതീക്ഷകൾ ഉണ്ടാവുക അല്ലെ. ഈ പ്രതീക്ഷകൾ മാറി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യങ്ങൾ, ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക. ഫേസ് ചെയ്യുമ്പം നമ്മുടെ ജീവിതത്തില് നമ്മളെല്ലാവരും ഒരുപോലെ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം, ലോകം മൊത്തം അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഏറ്റെടുത്തത് എന്തായിരുന്നു? ലോകം മൊത്തം കൊറോണ കോവിഡ് അല്ലേ. അതായത് 2019 ഡിസംബർ ലാസ്റ്റോട് കൂടെ വന്ന കോവിഡ് പോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധനം നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളുടെ അന്ന് വരെ ഉള്ള ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേറൊരു മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത വേറൊരു ജീവിതത്തിലേക്ക് നമ്മൾ പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരു സുപ്രഭാതം മാറേണ്ടി വന്നു അല്ലെ. എനിക്ക് തോന്നുന്നു ഒരു വ്യാഴാഴ്ച എന്തോ ആണ് നമുക്ക് പെട്ടെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് തോന്നുന്നുണ്ട്. വ്യാഴാഴ്ച ബുധനാഴ്ച എന്തോ അല്ല വെള്ളിയാഴ്ച എന്തോ, അന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ ലോക്കായി പോകുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വരാൻ സാധിക്കില്ല. പക്ഷെ ഈ സാഹചര്യവും നമ്മള് കവർ ചെയ്തില്ലേ? ഈ സാഹചര്യത്തിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേറ്റില്ലേ? ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് നമ്മൾ ഉയർത്തി എഴുന്നേറ്റ് തിരിച്ച് നമ്മുടെ ജീവിതത്തിലോട്ട് വന്നത്. പക്ഷേ ഈ അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങൾ ഈ കാലയളവിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേ അല്ലെ. എങ്ങനെയാണ് ഗൂഗിൾ പേ കൊണ്ടുവന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും യൂസ് ചെയ്യാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. നമ്മൾ എങ്ങനെ കുടുംബമായിട്ട് നന്നായിട്ട് ആഹ്ലാദിച്ച് സന്തോഷമായിട്ട് ടൂർ പോകാം, നല്ല ഭക്ഷണം വീട്ടിലുണ്ടാക്കി കഴിക്കാം, ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത് കോവിഡാണ്. കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ആരും വേറൊരു അപ്രതീക്ഷിതമായ സംഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലെ. എന്നിട്ടും നമ്മൾ ജീവിച്ചില്ലേ? അത് നല്ല ജോലി സ്ഥാപനങ്ങൾ എങ്ങനെ ജോലിക്കാരെ കുറയ്ക്കാ ചോദിച്ചാൽ അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എങ്ങനെ ജോലി ചെയ്യാന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ. എനിക്ക് ഇൻഷുറൻസിന്റെ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ,
രേഖയ്ക്കൊക്കെ അറിയാം, ഇൻഷുറൻസ് സാധാരണ അടച്ചാൽ കുറെ ക്യാഷ് ഇങ്ങനെ കടം പോകും. കാണുമ്പോൾ തരാം എന്ന് പറയാറുണ്ട്. ഈ കോവിഡിന് ശേഷം ഈ കാണുമ്പോൾ തരാം എന്നുള്ള പരിപാടി ഇല്ല ഇപ്പൊ. ഇൻഷുറൻസ് അടയ്ക്കുക, അല്ലെങ്കിൽ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ GPay ആയിട്ട് നമ്മുടെ, ഞാൻ പറയും ശരിക്ക് കോവിഡ് ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു സംഭവ വികാസം തന്നെയായിരുന്നു അത്. ഇപ്പം ഇങ്ങനെ വരുന്ന അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാതിരുന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയ കുറെ സ്ഥാപനങ്ങളെ കുറിച്ച് നമുക്കറിയില്ലേ? നോക്കിയ, കൊഡാക്ക്, ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? സത്യം പറഞ്ഞ ഈ നോക്കിയക്കൊക്കെ സംഭവിച്ച ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം എന്തായിരുന്നു? അവര് Not വന്നു, surviving updated. എന്തോ Not updated അല്ലായിരുന്നു. മറ്റുള്ള മൊബൈൽ ഫോണുകൾ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നപ്പോൾ അവര് കുത്തനെ കയറിപ്പോയപ്പോൾ ആ വന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ ആ തിരിച്ചടി ഏറ്റെടുക്കാൻ ഇവർ മാനസികമായി തയ്യാറാവാഞ്ഞത് കൊണ്ട് മാത്രം ഔട്ടായി പോകേണ്ടി വന്നതല്ലേ അവര് ശരിക്ക്? കാരണം പുതിയ അപ്ഡേഷനുകൾ വന്നത് അത് അവര് പ്രതീക്ഷിക്കാത്ത അപ്ഡേഷൻ ആയതുകൊണ്ട് അവരതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. പകരം എന്ത് പറ്റി? അവർ ആ പരാജയ ഭീതിയിലേക്ക് പോയത് കൊണ്ടാണല്ലോ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇത്രയും നന്നായി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ മടങ്ങി പോകേണ്ടി വന്നേ. ശരിക്ക് അപ്രതീക്ഷിതമായി വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പഠിപ്പിക്കണേ? ശരിക്ക് അപ്രതീക്ഷിതമായി വരുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്? ശരിക്ക് സർവൈവ് ചെയ്യണം. സർവൈവ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിലൊരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താലോ? അതിനൊരു പുതിയ അറിവായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അതെ, കാരണം എന്താ വെച്ചാ ഇപ്പം 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയും. കൃത്യമായിട്ട് പറഞ്ഞ സാറ്റർഡേ രാവിലെ ഞാൻ തിരുമാന്താംകുന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ റെഡിയായി. അപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ എന്തോ ഇഷ്യൂ വന്നിട്ട് അവര് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ സാഹചര്യത്തിനെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് എന്നാ ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് വീട്ടിൽ നിൽക്കാം, അല്ലെ? കാരണം ഞാൻ ക്ലയന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഒന്നും അല്ലല്ലോ, അമ്പലത്തിൽ പോക്കല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ പോകാം. പക്ഷെ ഞാൻ പോയത് കൊണ്ട് എനിക്ക് കിട്ടിയ ഗുണം പെരിന്തൽമണ്ണ ടൗണിലെ ഏറ്റവും പ്രഗത്ഭരായ 2 ലേഡി ഡോക്ടേഴ്സിനെ പരിചയപ്പെടാനുള്ള അവസരവും അവരുടെ കൂടെ ഒരു 4-5 മണിക്കൂർ ചെലവഴിക്കാനും അവരുടെ ഒരു വീഡിയോയുടെ പാർട്ടാവാനും എനിക്ക് സാധിച്ചു. അങ്ങനെ നമ്മൾ ചിന്തിച്ചാലോ? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല വരുന്നത്. അപ്പോൾ ആ വരുന്നതിനെ നമ്മൾ ഏറ്റെടുത്തിട്ട് അതിൽ എനിക്ക് വളരുവാൻ വേണ്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് പുതിയതായി കിട്ടുന്ന കുറെ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ പുതിയതായി കിട്ടുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ ആ കിട്ടിയ സംഭവത്തിനെ അവസരങ്ങളായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ ഈ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങൾ ഉപയോഗിച്ചാലോ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ പ്രതീക്ഷിച്ചതല്ല വന്നത്, പക്ഷെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഗുണങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പറയാൻ. ചേച്ചി ഷാദുലിയാണ്. പറഞ്ഞോ. 4 ദിവസമായിട്ട് എന്റെ ഫോൺ വർക്കിംഗ് അല്ല. കാരണം അത്രക്കും ഒരുപാട് പ്രശ്നങ്ങൾ, ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ നമ്മൾ അതിന് അഡാപ്റ്റഡ് ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിനോടുള്ള വലിയൊരു പോസിറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാല് റീഡിങ് കൂടുതലാക്കാൻ കഴിയുന്നുള്ളൊരു വലിയൊരു പോസിറ്റീവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായി. താങ്ക് യു. ആരുടെ ലൈഫിൽ കിട്ടുന്ന സാഹചര്യം നേരിടാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് മോദിജിയെ കൊണ്ടുവന്ന് വെച്ചാലും, അല്ലെങ്കിൽ ബിസിനസ്സിലെ ടാറ്റേനെ ആരെ കൊണ്ടുവച്ചാലും അവർക്ക് പറയാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യാം. ഉസ്മാൻ സാർ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അനുഭവം. നമ്മുടെ ഷാദുൽ സാർ പറഞ്ഞതുപോലെ എന്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സാഹചര്യം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴും അത് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് നേരിടുകയും അത് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിലോ? കാരണം എന്താ വെച്ചാൽ
പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിജയങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ വിജയങ്ങളായിരിക്കാം. കറക്റ്റല്ലേ? കാരണം ഏത് സാഹചര്യം വന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഉള്ളത് എന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടാനുള്ളത് നമ്മൾ വാങ്ങിച്ചെടുക്കുകയാണെങ്കിലോ ലൈഫ് ചേഞ്ച് ആവില്ലേ? നമ്മൾ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കരമായ തിരിച്ചടി വരുമ്പോൾ ഒരു പക്ഷെ നമ്മൾ എന്താവും, ആ ബിസിനസ്സിലേക്ക് ആ തിരിച്ചടി വന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നതിന് പകരം നമ്മൾ ആ ബിസിനസ്സിലേക്ക് 1-2 പാർട്ട്ണർമാരെ ക്ഷണിച്ചുകൊണ്ട് ആ ബിസിനസ് പുതിയ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു പുതിയ വിജയത്തിലേക്ക് പോകുകയില്ലേ? നമ്മൾ ഓഫീസ് ഡ്യൂട്ടി വിട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്നെ വളരെ സ്നേഹത്തോടെ കൂടെ സ്വീകരിക്കുന്ന എന്റെ ഭാര്യ വീട്ടിലുണ്ടാകും. നമ്മൾ വന്ന് കയറുമ്പോൾ ആ സ്നേഹത്തോടെ കൂടെ അല്ല അദ്ദേഹം നമ്മളെ സ്വീകരിക്കുന്നത് എങ്കിൽ അപ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് അടിച്ചു പോകാതെ അവൾക്ക് എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിന്ന് അത് മനസ്സിലാക്കിയാൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്തില്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നടക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണല്ലോ പരാജയ ഭീതികൾ എപ്പോഴും വരാറ്. എന്ത് സാഹചര്യം ഉണ്ടായാലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ, ആ സാഹചര്യത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തയ്യാറായാൽ, അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നല്ലൊരു റബ്ബർ പന്ത് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ, താഴത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഉയരുന്നത് പോലെ ആണ് ഈ അൺഎക്സ്പെക്റ്റഡ് ആണ് ഓരോ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ പരാജയ ഭീതി ഉണ്ടാവില്ലല്ലോ. ഒന്നിനും നമ്മൾ പരാജയത്തോടെ കാണാതെ, അല്ലേ? പക്ഷെ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടുവരുന്നത്, അവർ വിചാരിക്കുന്നത് പോലെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും വീട്ടിൽ ഒതുങ്ങി കൂടി പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം. അപ്പം എന്റെയൊക്കെ സാഹചര്യത്തിൽ അങ്ങനെ പ്രിയപ്പെട്ടവർ വിയോഗം വന്നപ്പോൾ ഞാൻ ഒരു നിമിഷം ദൈവത്തെ പഴിക്കാനല്ല ഞാൻ പോയത്. ആ നിമിഷം ഞാൻ ചിന്തിച്ചു, എനിക്ക് ഇത് സമൂഹത്തിൽ നിലനിൽക്കാൻ ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നിട്ടുണ്ട്. ആ ജോലി ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കൂടെ ഉള്ളവർക്ക് ഫിനാൻഷ്യലി അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതേ പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവര് വിയോഗം വന്നപ്പോൾ അയ്യോ എന്നെ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ അവർ പോയത് കൊണ്ട് എന്റെ ജീവിതം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നതിന് പകരം ഞാൻ ചിന്തിച്ചത് എന്തായിരുന്നു? എനിക്ക് ഉയർച്ചകളിലേക്ക് പോകാം, എനിക്ക് അതിന് എന്താണ് ഒരു മാർഗം? ദൈവം ഇങ്ങനൊരു സാഹചര്യം തന്നപ്പോൾ ദൈവം എനിക്ക് ഇവിടെ മറുവശത്ത് വേറൊരു സാഹചര്യം തന്നിട്ടുണ്ട്, എനിക്കൊരു നല്ലൊരു ജോബ്. ഇങ്ങനെ ഓരോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യം വരുന്ന സമയത്തും നമുക്ക് മറു സൈഡിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ, ഓരോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളും നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ കഴിയുകയാണെങ്കിൽ നമുക്കിത് പരാജയത്തിലേക്ക് പോകുമോ? ഇത് ഞാൻ മാത്രം പറയണു. മേഡം രജനിയോട് ഞാനൊരു കാര്യം പറയാം, എക്സ്പീരിയൻസ് പറയാം. നമ്മൾ ഈ അൺഎക്സ്പെക്റ്റഡായി സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ സമയത്ത് നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബാഡ് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. ഞാൻ കോഴിക്കോട് ജില്ലാ PSC എഴുതിയിട്ടാണ് കാത്തിരിക്കുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന സമയത്ത് എനിക്ക് പോസ്റ്റ് കിട്ടുന്നത് തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടറിലാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായി. കാരണം ആ സമയത്ത് ചെറുപ്പ സമയത്ത് വീട് വിട്ട് നിൽക്കണം, ഇവിടുന്ന് പോകണം. കോഴിക്കോട് ജില്ലയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നു, അവിടെ പോയി നിൽക്കണം, വീട് വിട്ട് നിൽക്കണം. ഒരുപാട് ഹോം സിക്നസ് ഒക്കെ ഉണ്ടാകുന്ന സമയമായിരുന്നു ആ സമയത്ത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ നേരെ വിപരീതം സംഭവിക്കുകയാണല്ലോ. പക്ഷേ
പിന്നീട് എൻ്റെ ഫോറസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അന്ന് LD ക്ലർക്കായിട്ട് അവിടെ ജോയിൻ ചെയ്ത സമയത്തുണ്ടായ UD ക്ലർക്കുമാരാണ് പിന്നീട് എൻ്റെ പല പ്രൊമോഷൻ സമയത്തും എൻ്റെ മേലാഫീസർമാർ ഉണ്ടായിരുന്നത്. ആ ഒരു കണക്ഷൻ കൊണ്ട് പിന്നീട് എനിക്ക് വിചാരിച്ച സ്ഥലങ്ങളിൽ പ്രൊമോഷൻ ട്രാൻസ്ഫർ വരുമ്പോൾ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കിയത് എൻ്റെ 6 മാസത്തെ സർവീസ് ആയിരുന്നു അവിടുത്തെ. കാരണം അവർ ഞാൻ ഫോണിൽ വിളിച്ച് പറയുക ചെയ്യുക, സാറേ ഇങ്ങനെ വേക്കൻസി ഉണ്ട്. അപ്പോൾ എടാ നീ ഒന്നും പറയണ്ട, നീ നമ്മുടെ പയ്യനല്ലെന്ന് പറയും. കാരണം എനിക്ക് കമ്പീറ്റിൻ്റെ ആൾ വരുമ്പോൾ അവർ മത്സരിക്കും, പല ആളുകളും ഒരു സീറ്റ് വേണ്ടി പല ആളുകൾ ചാടി വീഴും. അപ്പം അവർ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിലൊക്കെ പോയി ആളെ കാണുന്നതിന് പകരം ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്തിട്ട് അവിടുത്തെ എൻ്റെ ജയപ്രകാശ് സാറത്തൊക്കെ വിളിച്ചു പറയും, ഇടയ്ക്ക് വിളിച്ചു പറയും, സാറേ ഞാനിങ്ങനെ ഒരു വേക്കൻസി എനിക്ക് കൊണ്ട് തരാമെന്ന് ചോദിക്കുമ്പോൾ നീ നമ്മുടെ പയ്യനല്ലടാന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ 6 മാസത്തെ സർവീസാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അപ്പം അന്ന് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. പിന്നീട് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അതിനുശേഷം ഞാൻ എല്ലാം ഓൾ ഫോർ ദ ബെസ്റ്റ് എന്നുള്ളത് കൊണ്ടുനടക്കുകയാണ്. എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണ്. കാരണം നമ്മുടെ കണക്കൂട്ടിലൊക്കെ അപ്പുറത്താണ് വേറൊരാളെ കണക്കൂട്ടുന്നത്. പിന്നെ സാർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? കാരണം എന്താ വെച്ചാൽ സാർ അതേസമയം പ്രൊമോഷൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനുഭവങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുമായിരുന്നു അല്ലേ? അല്ല, പ്രൊമോഷൻ അല്ല, എൻ്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ്. ഫസ്റ്റ്. അതായത് എനിക്ക് കോഴിക്കോട് കിട്ടണം. കോഴിക്കോട് കിട്ടാനുള്ള DRB കോഴിക്കോട് എഴുതിയതാണ്, കോഴിക്കോട് ജില്ലയിൽ തരണം. പക്ഷെ അവിടെ വേക്കൻസി എത്തുന്നത് ഹെഡ്ക്വാർട്ടർ വേക്കൻസി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോസ്റ്റ് ചെയ്തു. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ്. ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ടെ എന്റെ അനുഭവം കൊണ്ട് എനിക്കറിയാം, എന്റെ ലൈഫിൽ എന്നും ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഫേസ് ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അറിവുകൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ക്ഷമയുള്ള ആളായി മാറി. കാരണം പല സാഹചര്യങ്ങളിലും ഞാൻ പ്രതികരിക്കാതെ ഇരിക്കാനുള്ളൊരു കഴിവ് എനിക്ക് തന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അതിനെ ഓവർകം ചെയ്തതുകൊണ്ടാണ്. കാരണം ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും ചോദിക്കാറുണ്ട്, ഇത്രയും വലിയൊരു ഇഷ്യൂ വന്നിട്ടും നീ എന്താ കൂളായിട്ട് നിൽക്കുന്നേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ പുറകിൽ കറക്റ്റായിട്ടൊരു കാരണമുണ്ട്. കാരണം ഞാൻ എന്തോ കൂടുതലായിട്ട് പഠിക്കുവാനുണ്ട്, അതാണ് അതിന്റെ പുറകിലുള്ളത് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ എനിക്ക് വന്നു കയറിയ വേറൊരു കാര്യമാണ് ക്ഷമയുടെ കൂടെ തന്നെ ഭയങ്കര ധൈര്യം കൂടുതൽ വന്നു. കാരണം എന്തിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം. നമ്മളിപ്പോ പറയും ആകാശം ഇടിഞ്ഞിങ്ങോട്ട് വീഴുകയാണെന്ന് പറഞ്ഞാൽ എന്നാ നമുക്കൊന്ന് താങ്ങി നോക്കാം. ആ രീതിയിലേക്ക് നമ്മളെ വളർത്തിയത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് ഓവർകം എങ്ങനെയാ ചെയ്യുക? കാരണം ഇതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ചോദിച്ചാൽ നമ്മള് നല്ല ലേണിംഗ് സ്കില്ല് വളർത്തിയെടുത്താൽ നമുക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവുമ്പം നമുക്ക് ഒരു പരിധി വരെ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. പിന്നെ നല്ല നെറ്റ്വർക്കിംഗ്, നല്ല ഫ്രണ്ട്സ്, നല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ്. അത് ഇൻഷുറൻസിന്റെ ഭാഗമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്, നമുക്ക് ഇൻകം ഉള്ള സമയത്ത് നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി വരുന്ന ഒരു സാധനത്തിന് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. വേറെ പ്രശ്നം വന്നാൽ നല്ല നെറ്റ്വർക്ക്, ഇപ്പോൾ JCA പോലെയുള്ള നല്ല നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു സ്ഥലങ്ങളിൽ ഇപ്പം സാർ ഫേസ് ചെയ്ത പോലെ തന്നെ പ്രശ്നം വരുമ്പോൾ ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിലോട്ട് പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഞാൻ പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 7 മാസം മുമ്പ് മഞ്ചേരിയിലേക്ക് തൽക്കാലത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ നെറ്റ്വർക്കാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. കാരണം അല്ലാതെ എനിക്ക് റിലേഷൻ ഒന്നും മഞ്ചേരിയിലില്ല, പക്ഷെ നെറ്റ്വർക്കാണ്. ഇങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് നിർത്താം. കാരണം എന്താ വെച്ചാല് നന്നായിട്ട് നെറ്റ്വർക്ക് വളർത്തിയെടുക്കുക. എന്ത് കാര്യം വന്നാലും എന്ന് പറയുമ്പോൾ പട്ട് നമ്മൾ ഓടിക്കാൻ വന്നാൽ പോലും നമ്മൾ അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പരാജയ ഭീതി ഉണ്ടാവില്ല. പിന്നെ ഈ ലോകത്തില് പരാജയപ്പെടാതെ ഒരാളും വിജയിച്ചിട്ടില്ല. കറക്റ്റ് അല്ലേ? അവരെല്ലാം ചെയ്ത കാര്യങ്ങളിലും വിജയിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പം ഇപ്പൊ ഈ അടുത്ത സമയത്ത് എന്താന്ന് വെച്ചാൽ എന്റെ റിലേഷൻ തന്നെയാണ്. 10th റിസൾട്ട് വന്നു, മാർക്ക് കുറവാണ്, പ്രതീക്ഷിച്ച അത്രയും മാർക്കില്ല. അപ്പൊ സൂസൈഡ് ചെയ്യാൻ പോലും ആകെ ഇഷ്യൂ ആയി. ഇതെന്തുകൊണ്ടാണ്? ആ കുട്ടി 10th ക്ലാസ്സിലെത്തി റിസൾട്ട് വരും വരെ ഒരു സമയത്ത് പോലും മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂ ഉണ്ടാവുകയോ ചെയ്തിട്ട് പരാജയം, അതായത് വീട്ടുകാരോ ടീച്ചേഴ്സോ മാറി നിൽക്കുക എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടാവാഞ്ഞത് കൊണ്ടാണ് അതിനകത്ത് ഫേസ് ചെയ്യാൻ പറ്റാഞ്ഞ. അല്ലേ? കറക്റ്റ് അല്ലേ? അതേസമയം എല്ലാ സമയത്തും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്ത് നല്ല ധൈര്യമുള്ള എന്തിനു നേരിടാൻ പറ്റുന്ന ഒരാളായി മാറും.
ഈ ലോകത്തില് പരാജയം അറിയാതെ വിജയിച്ച ആരും ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ പരാജയത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കുന്നവനാണ് വിജയായിട്ട് മാറിയിട്ടുണ്ടാവുക. അപ്രതീക്ഷിതമായി വരുന്ന സാഹചര്യത്തെ, അത് ജീവിതം തകർക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും അതിലെ ഏറ്റവും മനോഹരമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലേ? കാരണം തൽക്കാലത്ത് ഈ ചെറുതായിട്ടൊരു സങ്കടത്തിലേക്ക് പോയാലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തുടങ്ങിയപ്പോ എന്നോട് ആരോ ചോദിച്ചു എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ചെറുപ്പമായിട്ട് ഇരിക്കുന്നതൊക്കെ ചോദിച്ചായിരുന്നു. നമ്മള് അന്നേരം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഞാനാണെങ്കിലും രേഖയാണെങ്കിലും ഒക്കെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ മാത്രം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓഫീസിലായാലും ജീവിതത്തിലായാലും ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ പഠിച്ച ഏറ്റവും വലിയൊരു സ്കിൽ എന്താന്ന് വെച്ചാൽ നന്നായി ചിരിക്കാനുള്ള കഴിവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെ നന്നായി മനോഹരമായി ചിരിക്കാമെന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ പറയാൻ അനുയോജ്യമായ ഒരു കാര്യമാണ്. ഒരു കർഷകൻ ഒരു കുതിരയെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ കുതിര ഒരു ദിവസം കാട്ടിലേക്ക് പോയി. ആ കാട്ടിലേക്ക് പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞത്, എന്ത് കഷ്ടല്ലേ, ആകെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വരുമാന മാർഗം ആ കുതിരയാണ്, ആ കുതിര കാട്ടിലോട്ട് പോയല്ലോ, നിങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ആ കർഷകൻ പറഞ്ഞു, നമുക്ക് നോക്കാം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കുതിര തിരിച്ച് ഒരു പറ്റം കുതിരകളുമായിട്ടാണ് കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. അപ്പോഴും നാട്ടുകാരെന്ത് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഭാഗ്യം അല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ കർഷകൻ പറഞ്ഞു, നോക്കാം. അത് കഴിഞ്ഞ് ഈ കാട്ടിൽ നിന്ന് വന്ന ഒരു കുതിരയുടെ പുറത്ത് അവരുടെ മകൻ, പ്രായപൂർത്തിയായ മകൻ കയറി ആ കുതിരയെ മെരിക്കുന്നതിനിടയ്ക്ക് താഴെ വീഴുകയും കാലൊടിയുകയും ചെയ്തു. അപ്പോഴും അയൽപക്കക്കാര് പറഞ്ഞു, എന്ത് കഷ്ടമില്ലേ എന്ന്. അപ്പോഴും ഈ കർഷകൻ പറഞ്ഞു, നമുക്ക് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മൈൻഡായിരുന്നു കർഷകന്റെ. ആ സമയത്താണ് അന്നത്തെ രാജാവ് സൈന്യത്തിലേക്ക് എടുക്കാൻ വേണ്ടി കുട്ടികളെ തെരഞ്ഞു വരികയും ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ പ്രായപൂർത്തിയായ മകൻ കാലൊടിഞ്ഞു കിടക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ആ കുട്ടിയെ എടുക്കാതെ പോയി. എടുക്കാതെ പോയപ്പോഴും അയൽപക്കക്കാര് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഭാഗ്യമേ എന്ന്. ഇതിൽ നിന്ന് നമ്മൾ എന്താ, എന്ത് അപ്രതീക്ഷിതമായി വന്നാലും അതിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള, ഈ ലോകത്ത് എന്ത് അപ്രതീക്ഷിതമായിട്ട് വന്നാലും നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം, ആയുസ്സും ആരോഗ്യവും. നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നത് എത്ര ആയുസ് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യത്തോടു കൂടെ സമാധാനമായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എന്റെ ടൈം കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആശംസിച്ചുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് തന്ന ജെസിയോടുള്ള എന്റെ നന്ദി പറഞ്ഞുകൊണ്ട്, ഓക്കെ, താങ്ക് യു. ചെയർമാൻ പോയാ? ചെയർമാൻ പോയിട്ടില്ല, അവിടെ ഉണ്ട്.